നൗ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടോറിയലിനെ പറ്റിയാണ്. ഫാക്ടോറിയൽ എന്താണ്? ഫാക്ടോറിയൽ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വളരെ എളുപ്പമുള്ള ഒരു കൈൻഡ് ഓഫ് തിങ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ അതിന്റെ ടൂൾ അവൈലബിൾ ആണ് താൻ. സോ ഫാക്ടോറിയൽ അതായത് നിങ്ങളൊരു നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഈ എണ്ണൽ സംഖ്യ 0 ഒഴിച്ചിട്ട് 0 എഴുത് 1 2 3 4 5 അതാണ് നാച്ചുറൽ നമ്പറിന്റെ കൂട്ടത്തിൽ വരുന്നത്. ഒരു നാച്ചുറൽ നമ്പർ n എടുക്കുക. ദെൻ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 2 × 3 × എക്സെട്ര അപ് ടു n. 1 × 2 × 3 × എക്സെട്ര അപ് ടു n കഴിഞ്ഞു. 1 × 2 × 3 × എക്സെട്ര അപ് ടു n. അതായത് ഇപ്പൊ നിങ്ങളോട് 3 ഫാക്ടോറിയൽ ചോദിക്കുകയാണ്. അതായത് 1 × 2 × 3 വരെ. 1 × 2 × 3 വരെ. അവസാനം 3 നിൽക്കണം കേട്ടോ. n ഫാക്ടോറിയൽ n നിൽക്കണം കേട്ടോ. n നിന്നു. അതായത് 6. 5 ഫാക്ടോറിയൽ that is equal to 1 × 2 × 3 × 4 × 5. That will be 120. ഇത്രയേ ഉള്ളൂ ഫാക്ടോറിയൽ. ഇതിൽ നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് 1 ഫാക്ടോറിയൽ 1 എല്ലാവർക്കും അറിയാലോ. 1 മാത്രമേ മൾട്ടിപ്ലൈ വേറെ ആരുമില്ല, കഴിയും. പക്ഷെ നമുക്ക് വേറൊരാളുണ്ട്, 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ 1 ആണ്. കൺഫ്യൂഷൻ ആകരുത്. 0 ഫാക്ടോറിയൽ ചിലപ്പോൾ 0 എന്ന് എഴുതിയെന്നിരിക്കും. 0 ഫാക്ടോറിയൽ 1 ആണ്. എന്തുകൊണ്ട് വന്നു എന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. 0 ഫാക്ടോറിയൽ 1 ആണ്. കാര്യങ്ങൾ ഓക്കെ. അപ്പോ അത്രയാണ് പറയാനുള്ളത് ഫാക്ടോറിയലിനെ പറ്റി. സിമ്പിൾ. ഇതൊരു ഫാക്ടോറിയൽ നമ്മുടെ അടുത്ത കാൽക്കുലേഷൻ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഫാക്ടോറിയലിനെ പറ്റി ആദ്യം പഠിച്ചത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നെക്സ്റ്റ് വൺ ഇസ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഇസ് കോൾഡ് പെർമ്യൂട്ടേഷൻ. എന്താണ് ഒരു പെർമ്യൂട്ടേഷൻ? അതായത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ഇരിക്കുകയാണ്. ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആണ് കേട്ടോ. ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എലമെന്റ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഈ കൂട്ടത്തില് എന്താണ് കുറച്ച് എലമെന്റ്സ്, 6 നമ്പർ ഓഫ് എലമെന്റ്സ്. 6 എന്ന് പറയുന്നത് ഈ സ്മോൾ ആർ ആണ് കേട്ടോ. 6 നമ്പർ ഓഫ് എലമെന്റ്സ് നിങ്ങൾക്ക് അയാളെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അറേഞ്ച് ചെയ്ത് അങ്ങനെ എത്ര 6 നമ്പർ ഓഫ് എലമെന്റ്സിനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ 3 എലമെന്റ്സ് ആണുള്ളത്. A, B, C 3 എലമെന്റ്സ്. ഇയാളെ എനിക്ക് 2 ആയിട്ട് അറേഞ്ച് ചെയ്യണം. 2 ആയിട്ട് ഈ 3 എലമെന്റ്സിനെ 2 വെച്ച് അറേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യാം? നമുക്ക് നോക്കാം. A, B 2 പേരെ എടുത്തു. A, C അറേഞ്ച് ചെയ്യാലോ. ശരി. B, C അറേഞ്ച് ചെയ്യാം. ഇനി A, B എന്ന് അറേഞ്ച് ചെയ്തു, B, A എന്ന് അറേഞ്ച് ചെയ്യാലോ. അറേഞ്ച് ചെയ്യാം. A, C എന്ന് അറേഞ്ച് ചെയ്തു, C, A എന്ന് അറേഞ്ച് ചെയ്യാലോ. B, C എന്ന് അറേഞ്ച് ചെയ്തു, C, B എന്ന് അറേഞ്ച് ചെയ്യാലോ. അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോ A, B, A, C, B, C, B, A, C, A, C, B. അതായത് 6 പോസിബിൾ വഴികളിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. 6 പോസിബിൾ രീതിയിൽ നിങ്ങൾക്ക് ഇയാളെ അറേഞ്ച് ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ 3 എലമെന്റ് ഉണ്ട്. ആ 3 എലമെന്റില് എന്ത് ചെയ്യാണ്? ഈ 3 എലമെന്റില് നമുക്ക് 2 എലമെന്റ് വെച്ച് നമ്മൾ ഇതിനെ ചൂസ് ചെയ്യണം. 2 എലമെന്റ് വെച്ചിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ 2 എലമെന്റ് വെച്ച് ചൂസ് ചെയ്യുമ്പോൾ എത്ര പോസിബിലിറ്റി വരും? ഞാൻ എല്ലാം എഴുതി 6 പോസിബിലിറ്റി വരും. ഇതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്ക് 4 എലമെന്റ് എടുക്കാം. 1, 2, 3, 4. എനിക്ക് ഇയാളെ 2 at a time അറേഞ്ച് ചെയ്യണം. 2 at a time അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1, 2 എന്ന് അറേഞ്ച് ചെയ്യാം. 1, 3, 1, 4,
2 3 2 4 ആൻഡ് 3 4. മാത്രമല്ല ഓർഡർ മാറ്റി കൊടുക്കാം. 2 1 3 1 4 1 3 2 4 2 4 3. എത്ര? 12 പോസിബിലിറ്റീസ്. ഈ ഉള്ള 4 എലമെന്റ്സിനെ 2 വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എത്ര അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആയിരിക്കും? അതാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 2 2 1 രണ്ടും വെവ്വേറെ ആൾക്കാരാണ്. അതായത് ഓർഡർ ഓഫ് അപ്പിയറൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ഓഫ് അപ്പിയറൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് എ പെർമ്യൂട്ടേഷൻ. ദിസ് ഇസ് കോൾഡ് എ പെർമ്യൂട്ടേഷൻ. അപ്പൊ പെർമ്യൂട്ടേഷന്റെ ഒക്കെ ഡെഫിനിഷനിൽ വരാം. When the items chosen from a set of distinct elements are arranged in all possible ways. ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന്റെ കളക്ഷനെ എടുത്തിട്ട് നമ്മൾ അയാളെ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്യാണ്. ഓൾ പോസിബിൾ വേസിൽ അറേഞ്ച് ചെയ്യാണ്. പക്ഷേ എത്ര എണ്ണത്തിന് അറേഞ്ച് ചെയ്യണം എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചേക്കുക. അതായത് ഇപ്പൊ ഞാൻ എടുത്തില്ലേ, 3 എലമെന്റ്സ് എടുത്തു, അതിൽ 2 വെച്ച് അറേഞ്ച് ചെയ്യണമെന്ന്. ആ 2 എന്ന നമ്പർ ആണ് ഈ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. 2 വെച്ച് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഇടയിൽ കയറി 3 നമ്പറിനെ ഒരുമിച്ച് എഴുതരുത്. അതേപോലെ മറ്റേയാണ് 4 നമ്പർ എടുത്തു, എന്നിട്ട് 2 വെച്ച് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത് ആ നമ്പർ കോൺസ്റ്റന്റ് ആയി എടുക്കുക. ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ എടുക്കുക. അതിനുശേഷം അയാളെ ഒരു കോൺസ്റ്റന്റ് നമ്പർ അത്രയും ആൾക്കാരെ എന്ത് ചെയ്യുക? പോസിബിൾ വേസിൽ എത്ര പ്രാവശ്യം അറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ചേഞ്ചിങ് ദെയർ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് അപ്പിയറൻസ്. ആ ഓർഡർ ഓഫ് അപ്പിയറൻസ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ഓഫ് അപ്പിയറൻസ് മൈൻഡ് ചെയ്തോണം. ഓക്കെ, ഓർഡർ ഓഫ് അപ്പിയറൻസ്. സച്ച് അറേഞ്ച്മെന്റ് ഇസ് കോൾഡ് പെർമ്യൂട്ടേഷൻ. ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ്. Alternatively, the different arrangement that can be made with a given number of things taken some or all of them at a time are called permutation. അതായത് കുറച്ച് പേര് അറ്റ് എ ടൈം, 6 പേര്, ഇപ്പൊ നമ്മൾ 6 പേര് അറ്റ് എ ടൈം, ചിലപ്പോൾ n ആൾക്കാരെ തന്നെ ഒരുമിച്ച് എടുക്കേണ്ടി വരും. അയാളെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് n ഒബ്ജക്ട്സും 6 അറ്റ് എ ടൈം. n ഒബ്ജക്ട്സ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, 3 ഒബ്ജക്ട്സും 2 അറ്റ് എ ടൈം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4 ഒബ്ജക്റ്റും 2 അറ്റ് എ ടൈം. അപ്പൊ n-ഉം 6-ഉം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കഴിഞ്ഞു. നമ്മളിപ്പോ കണ്ട എക്സാമ്പിൾ ഉണ്ടല്ലോ, 3 ഒബ്ജക്ട് എ ബി സി, അയാൾ നമ്മൾ കണ്ടു 6 പോസിബിൾ വേസ് ആണ് നമുക്ക് വേണ്ടത്. കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയെ പറ്റിയാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് n ഒബ്ജക്ട്സും 6 അറ്റ് എ ടൈമും ആണെങ്കിൽ 6 അറ്റ് എ ടൈം, n ഒബ്ജക്ട്സും 6 അറ്റ് എ ടൈമും ആണ് നിങ്ങൾക്ക് എടുക്കാനുള്ളത്. n ഒബ്ജക്ട്സ് 6 അറ്റ് എ ടൈം, ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ പെർമ്യൂട്ടേഷൻ ആണ് നിങ്ങൾക്ക് കാണാനുള്ളതെങ്കിൽ അതിനുള്ള ഫോർമുലയാണ് NPR. എന്താണ് NPR? NPR is equal to n factorial divided by n minus r factorial. സത്യം പറഞ്ഞാല് ഈ അറേഞ്ച്മെന്റ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് വേണ്ട, എത്ര പേരുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അറേഞ്ച്മെന്റ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വേണ്ട. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 എലമെന്റിനെ 2 വെച്ച് അറേഞ്ച് ചെയ്തത് ഈ 6 അറേഞ്ച്മെന്റ്. നമുക്ക് ഈ നമ്പർ മതി എത്ര പേരുണ്ടെന്ന്, അല്ലാതെ ഈ അറേഞ്ച്മെന്റുകളെ എല്ലാം എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക്. ഓക്കെ, അപ്പോ NPR is equal to n factorial divided by n minus r factorial. ഇതാണ് ഫോർമുല. അപ്പൊ നമ്മൾ നോക്കിയല്ലോ, 3 ഒബ്ജക്ട്സിനെ 2 അറ്റ് എ ടൈം നമ്മൾ എടുത്തിരുന്നു. 2 അറ്റ് എ ടൈം നമുക്ക് 6 ആണ് കിട്ടിയത്. 6 നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. നമുക്ക് നോക്കാം അത് ശരിയാണോ. 3p2 which is equal to 3 factorial divided by 3 minus 2 factorial. That is 3 factorial divided by 3 minus 2 എന്ന് പറയുമ്പോൾ 1 factorial ആണ്. 3 factorial 6 ആണ്, 1 factorial 1 ആണ്. അതായത് നമ്മൾ വിചാരിച്ച പോലെ 6 തന്നെ കിട്ടി. നമുക്ക് കിട്ടിയത് 6 തന്നെയാണ്. അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4 ഒബ്ജക്റ്റും 2 അറ്റ് എ ടൈമും ആണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ 4p2 ആയിരുന്നു. 4p2 which is equal to 4 factorial divided by
4 minus 2 factorial, which is equal to 4 factorial divided by 2 factorial. ഈ 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. 1 into 2 into 3 into 4 24 ആണ്. 2 ഫാക്ടോറിയൽ 2 ആണ്. Therefore 25 by 2 12. നമ്മൾ വിചാരിച്ചത് തന്നെ കിട്ടും. അപ്പോ നമ്മള് എന്താണ് ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 3 ഒബ്ജക്റ്റിനെ രണ്ടായിട്ട് ചെയ്യുക, 4 ഒബ്ജക്റ്റിനെ രണ്ടായിട്ട് പ്ലേസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? എല്ലാ അറേഞ്ച്മെന്റുകളെ എഴുതിയതിന് ശേഷമാണ് നമ്പർ ഓഫ് പോസിബിലിറ്റി കണ്ടത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഫോമിൽ വെച്ച് നിങ്ങൾക്ക് നമ്പർ ഓഫ് പോസിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ വളരെ എളുപ്പമാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മള് എന്താണ് ഈ ഒരു പാർട്ടിക്കുലർ പെർമ്യൂട്ടേഷന്റെ ചില പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടി നമ്പർ 1, NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. n ഫാക്ടോറിയൽ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. NPN എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് n ഫാക്ടോറിയൽ. അതാണല്ലോ NPR എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ആറിന്റെ സ്ഥാനത്ത് n ആണ് വന്നേക്കുന്നത്. Therefore n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഞാൻ ആദ്യമേ പറഞ്ഞു 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. Therefore n ഫാക്ടോറിയൽ ബൈ 1 which is equal to n ഫാക്ടോറിയൽ. NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ തന്നെയാണ്. NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ തന്നെയാണ്. Now, next property NP0 എന്ന് പറയുന്നത് 1 ആണ്. NP0 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് അതും ചെയ്യാം. NP0 is equal to 1. ശരി, നമുക്കപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. Therefore, NP0 by definition is equal to n factorial divided by n minus 0 factorial. n factorial divided by n minus 0 factorial, which is equal to n factorial divided by n factorial. മുകളിൽ താഴെ ക്യാൻസൽ ആയി പോകും, 1 മാത്രം. കഴിയും. വളരെ സിമ്പിൾ ആണ്. NP0 is equal to 1 factorial. പ്രോപ്പർട്ടി ആയിട്ട് കൂട്ടിയാൽ മതി. ഇനി നമുക്ക് നേരെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n if NP4 is equal to 10 into NP3, and the second question, NP13 is to n plus 1 P12 is equal to 3 is to 4. It's equal to 3 is to 4. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഫൈൻഡ് n. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ NP4 is equal to 10 into NP3. NP4 is equal to 10 into NP3. ഒന്ന് നോക്കിക്കോട്ടെ. NP4 is equal to 10 into NP3. അപ്പൊ അതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. NP4 എന്ന് പറയുമ്പോഴേ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r. ആറിന്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പൊ n മൈനസ് 4 ഫാക്ടോറിയൽ, which is equal to 10 into NP3 ആണ്. Therefore n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. നമുക്ക് n ഫാക്ടോറിയൽ എന്താണെന്ന് നമുക്ക് അറിയാം. n ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 into 3 into എക്സെട്ര ഇൻറ്റു n വരെയുള്ള മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു n മൈനസ് 4 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n വരെയുള്ള മൾട്ടിപ്പിൾ ആണല്ലോ. n വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ n-ന് മുമ്പുള്ള നമ്പർ n മൈനസ് 1, അതിന് മുൻപുള്ള നമ്പർ n മൈനസ് 2, അതിന് മുൻപുള്ള നമ്പർ n മൈനസ് 3, അതിന് മുൻപുള്ള നമ്പർ n മൈനസ് 4, പിന്നെ കുറെ ഉണ്ട്, അതൊന്നും ഞാൻ എഴുതുന്നില്ല. ഡിവൈഡഡ് ബൈ താഴെ n മൈനസ് 4 ഫാക്ടോറിയൽ. കഴിഞ്ഞു. which is equal to 10 into n ഫാക്ടോറിയൽ. വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. 1 into 2 into 3 into
etc. into n minus 3 into n minus 2 into n minus 1 into n. n വരെയുള്ള മൾട്ടിപ്പിൾ എന്നാണല്ലോ. അപ്പൊ എന്നിന് തൊട്ട് മുമ്പേയുള്ള ടേമും കൂടെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. n minus 1 into n minus 2 into n minus 3 തൊട്ട് മുമ്പേയുള്ള ടേം അതും കൂടെ ഒന്ന് ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ n minus 3 factorial. n minus 3 factorial. ഇനി നിങ്ങൾ നോക്കുക, ഇത് തൊട്ട് ഇത് വരെയുള്ള ടേം 1 2 3 എക്സെട്ര n minus 4 വരെയുള്ള ആൾക്കാർ 1 into 2 into 3 into 4 into എക്സെട്ര into n minus 4. അതായത് n minus 4 വരെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുകയാണ്. n minus 4 വരെയുള്ള നാച്ചുറൽ നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുകയാണ്. Therefore, this will be n minus 4 factorial. n minus 4 factorial. ഇനി ബാക്കിയുള്ളവർ ചുമ്മാ എഴുതാം. n minus 3 into n minus 2 into n minus 1 into n divided by താഴെ n minus 4 factorial. അയാൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്, അയാൾ അവിടെ ഇരിക്കട്ടെ. which is equal to 10 into, ഇനി ശ്രദ്ധിക്കാനുള്ളത് 1 into 2 into 3 into etc. into n minus 2. 1 into 2 into 3 into etc. into n minus 3. അപ്പോൾ n minus 3 വരെയുള്ള നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് ദേ കിടക്കുന്നത്. Therefore, this will be n minus 3 factorial. n minus 3 factorial. This will be n minus 3 factorial. പിന്നെ ബാക്കിയുള്ള ഒരാളെ എഴുതുന്നു n minus 2 into n minus 1 into n divided by n minus 3 factorial. n minus 3 factorial. ഇപ്പൊ എന്തുകൊണ്ടാണ് അയാളെ എക്സ്പാൻഡ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് ഇനി ക്യാൻസൽ ചെയ്യാം. മുകളിൽ n minus 4 factorial ഉണ്ട്, താഴെ n minus 4 factorial ഉണ്ട്. മുകളിൽ n minus 3 factorial ഉണ്ട്, താഴെ n minus 3 factorial ഉണ്ട്. രണ്ടുപേരെയും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും n minus 3 into n minus 2 into n minus 1 into n is equal to 10 into n minus 2 into n minus 1 into n. നമ്മൾ നോക്കണം, രണ്ട് സൈഡും n minus 2 n minus 2 ഉണ്ട്, രണ്ട് സൈഡും n minus 1 n minus 1 ഉണ്ട്, രണ്ട് സൈഡും n ഉണ്ട്. Therefore, അവരെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. n minus 2 n minus 2 ക്യാൻസൽ ആയി, n minus 1 n minus 1 ക്യാൻസൽ ആയി, n-ഉം n-ഉം ക്യാൻസൽ ആയി. അതായത് ഇപ്പുറത്തെ സൈഡ്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ബാക്കി n minus 3 മാത്രം, റൈറ്റ് സൈഡ് ബാക്കി 10. n minus 3 equal to 10. Therefore, n is equal to 10 minus 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ plus 3 ആവും. അപ്പൊ n is equal to 10 plus 3, that is 30. n is equal to 10 plus 3, 30. അതായത് given condition satisfy ചെയ്യുന്ന n, അതായത് np4 is equal to 10 into np3 satisfy ചെയ്യുന്ന n എന്ന് പറയുന്നത് 13 ആണ്. n is equal to 30. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു, ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു, എഴുതുന്നു, അത്രയും. Now, next question. np13 റേഷ്യോ ആണ് കേട്ടോ. np13 is to n plus 1 p12 is equal to 3 is to 4. is equal to 3 is to 4. അപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. Just a second. n plus 13, np13 is to n plus 1 12. np13 is to n plus 1 p12. np13 is equal to n plus 1 p12. 3 is to 4. 3 is to 4. 3 is to 4. കഴിയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റേഷ്യോ എഴുതാം. അപ്പോ റേഷ്യോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, ആ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാനുള്ളതാണ്. Therefore, np13 divided by n plus 1 p12 is equal to 3 is to 4 എന്ന് പറയുന്നത് 3/4 ആണ്. ഇനി np13 ഉണ്ട്. np13 നിങ്ങൾക്ക് അറിയാം n factorial divided by n minus 13 factorial. n minus 13 factorial whole divided by n plus 1 p12 ഉണ്ട്. Therefore, അയാള് n plus 1 factorial divided by n plus 1 minus 12 factorial.
n plus 1 minus 12 factorial, which is equal to 3/4. ഇപ്പുറത്തെ സൈഡ് ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ ഫ്രാക്ഷൻ ആണ്. അപ്പൊ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 13 ഫാക്ടോറിയൽ ഇൻറ്റു ഇയാളുടെ റെസിപ്രോക്കൽ ആണ്. Therefore n minus 1 plus 13, that is minus 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ n plus 1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ n plus 1 ഫാക്ടോറിയൽ, which is equal to 3/4. ഇനി നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യണം. അതിനാണ് നമ്മൾ ഇനി ശ്രമിക്കാനുള്ളത്. അപ്പോ ആദ്യം തന്നെ ഇവിടെ n ഫാക്ടോറിയൽ ഉണ്ട്. ഇൻറ്റു ഇത് n minus 11 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ അതായത് 1 into 2 into 3 into എക്സെട്ര ഇൻറ്റു എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം n minus 11 വന്ന് നിൽക്കും. ആണല്ലോ, n minus 11 വന്ന് നിൽക്കും, സംശയമില്ല. അപ്പൊ n minus 11 മുമ്പിലുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ n minus 11 minus 1. അതായത് n minus 12. ഇനി ഇതിന് മുൻപിലുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ n minus 12 minus 1. ഒന്ന് കുറയ്ക്കുമ്പോഴാണല്ലോ മുൻപിലുള്ള ആളെ കിട്ടുന്നത്. n minus 12 minus 1. അപ്പൊ n minus 12 minus 1, that is n minus 13. അപ്പൊ n minus 11 ഫാക്ടോറിയൽ ആണ്. അതായത് 1 into 2 into 3 എക്സെട്ര into n minus 11 ആണ്. ഞാൻ ജസ്റ്റ് അയാളെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ n minus 11 മുൻപിലുള്ള രണ്ട് ടേം കൂടെ എഴുതി. അപ്പൊ n minus 11 minus 1, that is n minus 12. n minus 12 minus 1, that is n minus 13. Whole divided by താഴെ n minus 13 ഫാക്ടോറിയൽ ഉണ്ട്. അയാൾ അവിടെ തന്നെ കിടക്കട്ടെ. പിന്നെ n plus 1 ഫാക്ടോറിയൽ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ 1 into 2 into 3 into എക്സെട്ര അപ് ടു n plus 1 ആണല്ലോ. n plus 1 വരെയുള്ള മൾട്ടിപ്പിൾ ആണ്. ഇതിന് മുൻപുള്ള ആളെന്ന് പറയുമ്പോൾ n plus 1 minus 1. That is n. മതി, ചുമ്മാ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയപ്പോൾ അവസാനമുള്ള ആളിനെ ഒന്നും കൂടെ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അവസാനത്തെ തൊട്ട് മുമ്പുള്ള ആൾക്കാരെ ഒന്ന് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ, which is equal to 3/4. നമ്മൾ ഇനി അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into എക്സെട്ര into n minus 13. 1 into 2 into 3 into എക്സെട്ര into n minus 13. ഇയാള് n minus 13 ഫാക്ടോറിയൽ ആണ്. ഇത്ര ആൾക്കാര് n minus 13 ഫാക്ടോറിയൽ ആണ്, ഇത്രയും പേര്. ഇനി അടുത്ത ഇവിടെ നോക്കുകയാണെങ്കിൽ 1 into 2 into 3 into 4 എക്സെട്ര into n വരെ ഇയാള് n ഫാക്ടോറിയൽ ആണ്. അപ്പൊ മുകളിൽ n minus 13 ഫാക്ടോറിയലും ഇവിടെ n ഫാക്ടോറിയലും. അപ്പൊ എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. താഴെ n ഫാക്ടോറിയൽ ഇൻറ്റു n minus 13 ഫാക്ടോറിയൽ ഇൻറ്റു n minus 12 ഇൻറ്റു n minus 11. The whole divided by താഴെ ഓൾറെഡി n minus 13 ഫാക്ടോറിയൽ ഉണ്ട്. 1 into 2 into 3 into എക്സെട്ര into ആള് n ഫാക്ടോറിയൽ ആകും. പിന്നെ ഒരു n plus 1 ബാക്കി കാണും, which is equal to 3/4. കറക്റ്റ് ആണല്ലോ? കറക്റ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്. n minus 13 n minus 13 പോയി, n ഫാക്ടോറിയലും പോയി, ബാക്കി ഇവർ മാത്രമേ ഉള്ളൂ. That is n minus 12 into n minus 11 divided by n plus 1 is equal to 3/4. Cross multiply ചെയ്യാം. That is 4 into n minus 12 into n minus 11 is equal to 3 into n plus 1. So which is equal to 4 into n square ആണ്, minus 11n minus 12n plus 120 131. 12 into 11 131 ആണ്. 131 11 yeah 131 120. okay 120 132 yeah 132. That 132 is equal to 3n plus 3.
അയാളെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4n². ഇത് 23n ആവും. 23 × 4 എന്ന് പറയുമ്പോൾ 23 × 4 എന്ന് പറയുമ്പോൾ 92 -92n. പിന്നെ ഇവിടെ ഒരു 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400. 132 × 4 എന്ന് പറയുമ്പോൾ 8 12 5 528. Which is equal to 3n + 3. 3n + 3. Which is equal to 4n² - 92n. ഈ 3n ഇപ്പുറത്ത് വരുമ്പോൾ -3n ആവും. പ്ലസ് 528 ഈ 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -3 ആവും. is equal to 0. Which is equal to 4n² - 95n plus 525. 525 is equal to 0. 4n² ഇങ്ങനെയാണ് വന്നതെന്നൊന്നും ആയിക്കോട്ടെ. 4n² - 95n plus 525 is equal to 0. n plus 525 is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇയാളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇയാളെ സോൾവ് ചെയ്യാൻ n is equal to -b plus or minus root of b² minus 4ac by 2a. -b plus or minus b² minus 4ac by 2a. ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബിയുടെ സ്ഥാനത്ത് 95 ആണ്, -95 ആണ്. അപ്പൊ -95 plus or minus root of -95² minus 4 into എയുടെ സ്ഥാനത്ത് 4 ആണ്, 4 into സിയുടെ സ്ഥാനത്ത് 525 ആണ്, 525 divided by 2 into a, 2 into 4, 2 into 4, which is equal to 95 minus plus ആവും, plus or minus root of 95² എന്ന് പറയുമ്പോൾ യൂസിങ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 95² is equal to 9025 minus 4 into 4 into 525 is equal to 8400 divided by 2 into 4 is 8. 2 into 4 is 8. Calculating, we will get 95 plus or minus 9025 minus 9400. 9025 minus 8400. Just a second. 9025 minus 8400 will be 625. 625 divided by 8. 625 divided by 8, which is equal to 95 plus or minus 625 root എന്ന് പറയുന്നത് 25 ആണ്, divided by 8. 625 റൂട്ട് എന്ന് പറയുമ്പോൾ 825 ആണ്, divided by 8. Root of 625 25 ആണ്. Okay, done. Divided by 8. Now അടുത്ത കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ 95 plus 25 by 8 അല്ലെങ്കിൽ 95 minus 25 by 8 ആയിരിക്കും നമ്മുടെ n എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂസ് ആയിരിക്കും. 95 plus 25 എന്ന് പറയുമ്പോൾ 120 by 8 അതേസമയം 95 minus 25 എന്ന് പറയുമ്പോൾ that will be 70 by 8 ആയിരിക്കും. 70 by 8 ആയിരിക്കും. ഇവിടെ 120 by 8 എന്ന് പറയുമ്പോൾ 1405 15 70 by 8 എന്ന് പറയുമ്പോൾ 8 സംതിങ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. 8 സംതിങ് ലൈക്ക് 72ന്റെ മുകളിൽ 54 divided by 54 6 വരും. 6 വരുമ്പോ 8.7 സംതിങ് ആയിരിക്കും വരുന്നത്. 8.7 സംതിങ് ആയിരിക്കും വരുന്നത്.
എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ അനുസരിച്ച് n വരേണ്ടത് ഫാക്ടോറിയലൊക്കെ എടുക്കാൻ പാകത്തിന് വേണം വരാൻ. ഫാക്ടോറിയലൊക്കെ എടുക്കാൻ പാകത്തിന് വേണം എന്നിന്റെ ആൻസർ വരാൻ. അതുകൊണ്ട് n ഫ്രാക്ഷൻ പോസിബിൾ അല്ല. ഫ്രാക്ഷൻ അല്ല, ഈ ഒരു ഡെസിമൽ പോസിബിൾ അല്ല. n ഒരു ഡെസിമൽ പോസിബിൾ അല്ല. ഡെസിമൽ അല്ലാതെ വേണം വരാൻ. അതായത് 15 ആണ് പോസിബിൾ ആൻസർ. ഇയാൾ ആൻസർ അല്ല. ഇയാള് ആൻസർ അല്ല. therefore n is equal to 15. അതാണ് ആൻസർ. n is equal to 15. അതെ, n is equal to 15. ഫ്രാക്ഷൻ ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ കളഞ്ഞു. ഫ്രാക്ഷൻ ആയിട്ടുള്ള ആളിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഫ്രാക്ഷൻ ആയിട്ടുള്ള ആളിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം n ഫാക്ടോറിയൽ എടുക്കാനുള്ള ആളാണ്. ഫാക്ടോറിയൽ എടുക്കുമ്പോൾ ഇന്റിജറിനെ മാത്രമേ ഫാക്ടോറിയൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ n is equal to 35/4. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുമ്പോൾ 70/8. അത് എന്താണ്, ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 35/4 എന്ന് വരും. 35/4 എന്ന് വരും. അത് 8.7 ആണ്. അത് എന്താണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫ്രാക്ഷൻ അല്ല, ഡെസിമൽ ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫാക്ടോറിയലിനെയൊക്കെ പറ്റി കാര്യം കഴിഞ്ഞു. ഇത് ചെറിയ സിമ്പിൾ സൊല്യൂഷൻ ആണ്. ഇനി പെർമ്യൂട്ടേഷന്റെ പല പല വെറൈറ്റികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പല പല വെറൈറ്റീസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതില് ആദ്യത്തെ വെറൈറ്റി ആണ് ഈ പറയുന്നത് പെർമ്യൂട്ടേഷൻസ് വിത്ത് റെപ്പറ്റീഷൻ. അതായത് നമ്മൾ പെർമ്യൂട്ടേഷൻ എടുത്തപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു എന്താണ്, n എലമെന്റ്സ് എടുക്കുക, ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് എടുക്കുക, അത് 6 at a ടൈം എടുക്കണം. 6 at a ടൈം എടുക്കണം. അവിടെ റെപ്പറ്റീഷൻസ് ഒന്നും അലൗഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. റെപ്പറ്റീഷൻസ് ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ഇനി റെപ്പറ്റീഷൻ ഉണ്ടെങ്കിലോ പിടിയിട്ട് റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിലോ, അതായത് n എലമെന്റ്സ് ഇപ്പോ എന്താണ് നമ്മളിത് കണ്ടല്ലോ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ എടുത്തത് ABC 3 എലമെന്റ് 2 at a ടൈം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. റെപ്പറ്റീഷൻസ് അലൗഡ് അല്ലായിരുന്നു. അതായത് AA BB CC എന്ന ആൾക്കാരെ ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. ഇവരൊന്നും എടുക്കാൻ പറ്റില്ല. റെപ്പറ്റീഷൻസ് എടുക്കാൻ പറ്റില്ല. ഇവരൊന്നും എടുക്കാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ റെപ്പറ്റീഷൻ അലൗഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ n ഒബ്ജക്ട്സ് are at a time repetition allowed. Then number of possibilities is n raised to r. റെപ്പറ്റീഷൻസ് അലൗഡ് ആണെങ്കിൽ n raised to r ആണ് പോസിബിലിറ്റീസ്. വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 3 ഒബ്ജക്റ്റ് അല്ലേ, 3 ഒബ്ജക്റ്റ് 2 at a ടൈം. അപ്പൊ നമുക്കറിയാം AB ഉണ്ട്, AC ഉണ്ട്, BC ഉണ്ട്, പിന്നെ BA ഉണ്ട്, CA ഉണ്ട്, CB ഉണ്ട്. റെപ്പറ്റീഷൻസ് അലൗഡ് ആണ്. അതുകൊണ്ട് AA കാണും, BB കാണും, CC കാണും. നോക്കുക, 9 പേര് 9 പോസിബിലിറ്റി ആണ് ഉള്ളത്. നിങ്ങൾ നോക്കുക, 3 എലമെന്റ്സ് 2 at a ടൈം 3 സ്ക്വയർ, അത് 9 തന്നെയാണല്ലോ. 9 തന്നെ. അപ്പോ കാര്യം ശരിയാണ്. അപ്പോ പെർമ്യൂട്ടേഷൻ when repetition is allowed, n എലമെന്റ്സ് റെപ്പറ്റീഷൻസ് അലൗഡ് ആണെങ്കിൽ n raised to r ആണ് ഫോർമുല. റെപ്പറ്റീഷൻസ് അലൗഡ് അല്ല എങ്കിൽ NPR ആണ് ഫോർമുല. റെപ്പറ്റീഷൻസ് അലൗഡ് ആണെങ്കിൽ n raised to r ആണ് ഫോർമുല. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. In how many ways 4 letters can be mailed if 3 mail boxes are available? 3 mail boxes available ആണ്. 4 letters നിങ്ങൾക്ക് മെയിൽ ചെയ്യണം. 4 letters നിങ്ങൾക്ക് മെയിൽ ചെയ്യണം. എന്താണ്, 3 മെയിൽ ബോക്സസ് അവൈലബിൾ ആണ്. ആദ്യത്തെ ലെറ്ററിനെ നിങ്ങൾക്ക് 3 മെയിൽ ബോക്സ് വഴി വിടാം. രണ്ടാമത്തെ ലെറ്ററിനെയും 3 മെയിൽ ബോക്സ് വഴി വിടാം. മൂന്നാമത്തെ ലെറ്ററിനെയും 3 മെയിൽ ബോക്സ് വഴി വിടാം. നാലാമത്തെ ലെറ്ററിനെയും 3 മെയിൽ ബോക്സ് വഴി വിടാം. അപ്പൊ 3 raised to 4 3 raised to 4 3 into 3 into 3 into 3 3 raised to 4 81 ways ചെയ്യാൻ പറ്റും. 81 ways ചെയ്യാൻ പറ്റും. ഇത് വലിയൊരു ഭയങ്കര ക്വസ്റ്റ്യൻ ഒന്നും അല്ല, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വലിയൊരു സംഭവമല്ല, ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ
എന്താണ് നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളില്ലേ എന്താണ് 4 എലമെന്റ്സ് 1 2 3 4 1 2 3 4 സേ 3 at a time എടുക്കണം 3 at a time 3 at a time repetition allowed repetition allowed ആണെങ്കിൽ എത്ര പോസിബിൾ നമ്പർ ഓഫ് വേസ് അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് 4 at a time 3 അതായത് 4 ക്യൂബ് ദാറ്റ് ഈസ് 4 into 4 into 4 4 into 4 into 4 that is 16 into 4 that will be 40 and 64 distinct ways നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇയാളെ 3 at a time ചൂസ് ചെയ്യാം where repetition is allowed അത്രേ ഉള്ളൂ വലിയ സംഭവമൊന്നുമല്ല അത് എളുപ്പമാണ് now next one വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ് പെർമ്യൂട്ടേഷൻ വിത്ത് സംതിങ് എലൈക്ക് അതായത് നമ്മൾ n എലമെന്റ്സ് തരണമെന്ന് പറഞ്ഞിരുന്നല്ലോ n എലമെന്റ്സ് തരും ആ n എലമെന്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു ഇവിടത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ n എലമെന്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് അല്ല അതിൽ ചിലതൊക്കെ സെയിം ആണ് അതാണ് അവസ്ഥ n എലമെന്റ്സ് എടുക്കാൻ പറഞ്ഞു അവരൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അയാൾ അങ്ങനെയല്ല അവരെല്ലാവരും ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്ന് വിചാരിക്കുക ചിലതൊക്കെ ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ n എലമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് n എലമെന്റ്സ് given തന്നിട്ടുണ്ട് അതില് ഒരു p എലമെന്റ്സ് അലൈക്ക് ഒരേപോലത്തെ അതായത് നിങ്ങളുടെ ഒരു 10 ബോൾ തന്നിട്ടുണ്ട് 3 ബോൾ ചുവപ്പ് 5 ബോൾ മഞ്ഞ 2 ബോൾ വെള്ള ആ അവസ്ഥ ഓക്കെ അപ്പോ ആദ്യത്തെ ചുവന്ന ബോൾ 2 എണ്ണം അല്ലേ അലൈക്ക് അപ്പോ 2 എലമെന്റ്സ് ആർ അലൈക്ക് അടുത്ത എന്താണ് മഞ്ഞ ബോൾ ചുവന്ന ബോൾ 3 എന്ന് പറഞ്ഞു അടുത്ത എന്താണ് മഞ്ഞ ബോൾ എന്താണ് 5 എണ്ണം അലൈക്ക് അപ്പോ q എലമെന്റ്സ് ആർ അലൈക്ക് and so on ഒരേ കാറ്റഗറിയിലുള്ള ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് then the number of permutation taken all at a time number of permutation taking n at a time ആണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് n factorial divided by p factorial into q factorial into etc. n factorial divided by p factorial into q factorial into etc. So for example നിങ്ങളുടെ കയ്യിൽ 10 ബോൾ 10 ബോൾസ് ഉണ്ട് 2 എണ്ണം റെഡ് 3 എണ്ണം യെല്ലോ 4 എണ്ണം ഗ്രീൻ ഒരെണ്ണം വൈറ്റ് ഷേപ്പിന്റെ സൈസിലും ഒന്നും വ്യത്യാസമില്ല കേട്ടോ ഇതാണ് അവസ്ഥ 10 ബോള് 2 റെഡ് 3 യെല്ലോ 4 ഗ്രീൻ 1 വൈറ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പെർമ്യൂട്ടേഷൻ എങ്ങനെ ഇവിടെ n is equal to 10 ആണ് കേട്ടോ 10 ബോള് n is equal to 10 ആണ് അപ്പൊ ഫോർമുല 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അലൈക്ക് 2 പേർ അലൈക്ക് അപ്പോ 2 ഫാക്ടോറിയൽ 3 യെല്ലോ അതായത് 3 പേർ അലൈക്ക് 3 ഫാക്ടോറിയൽ 4 പേർ അലൈക്ക് 4 ഫാക്ടോറിയൽ പിന്നെ ഒരാൾ അലൈക്ക് അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല കാരണം 1 ഫാക്ടോറിയൽ അല്ലേ അത് 1 തന്നെ ഇതാണ് പെർമ്യൂട്ടേഷൻ കഴിഞ്ഞു ഇതാണ് പെർമ്യൂട്ടേഷൻ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം ഇത് വേണമെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം 10 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10 whole divided by 2 factorial into 1 into 2 into 3 into 1 into 2 into 3 into 4 factorial 1 into 5 എഴുതുന്നില്ല
2 ഫാക്ടോറിയൽ 1 into 2 into 3 1 into 2 into 3 പോവും. പിന്നെ 2 ഫാക്ടോറിയൽ ഇവിടെ 4ഉം 4ഉം പോവും. 3ഉം 6ഉം പോയി മുകളിൽ 2 വരും. ആ 2ഉം ഈ 2ഉം കൂടെ പോവും. പിന്നെ ഈ 2ഉം ഈ 8ന്റെ 2ഉം കൂടെ പോയിട്ട് 4 ആവും. therefore നമുക്ക് അവസാനം ഇതേപോലെ ക്യാൻസൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. 5 into 7 into 4 into 9 into 10. 5 into 7 into 4 into 9 into 10. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും നമ്പർ ഓഫ് വേസിൽ 10 ബോളിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. 10 ബോളിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. എന്നാണ് ഈ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ പറയുന്ന ആ കാര്യമാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് കൂടുതലും വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അസിസ്റ്റന്റ് ക്യാൻ ബി അറേഞ്ച്ഡ് എമോങ് ദംസെൽസ്. ഈ അസിസ്റ്റന്റ് എന്ന് പറയുന്ന വേർഡ് അറേഞ്ച് ചെയ്ത്, അസിസ്റ്റന്റ് എന്ന് പറയുന്ന വേർഡിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? അസിസ്റ്റന്റ് എന്ന് പറയുന്ന വേർഡിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? എഴുതുകയാണ് അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് എന്ന വേർഡിനെ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. അസിസ്റ്റന്റ് സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഓക്കെ, അസിസ്റ്റന്റ് എന്ന വേർഡിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? അതായത് ഇവിടെ എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9. അതായത് 9 ലെറ്റേഴ്സ്. 9 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 9 ലെറ്റേഴ്സിന് വേണം നമുക്ക് അറേഞ്ച് ചെയ്യാൻ. ഇതില് 2 തവണ എ ഉണ്ട്. 1 2 റെപ്പറ്റീഷൻ. 3 തവണ എസ് ഉണ്ട്. 3 തവണ എസ് ഉണ്ട്. ഐ ഒറ്റ തവണയേ ഉള്ളൂ. ടി 2 തവണയുണ്ട്. എന്നും ഒറ്റ തവണയുള്ളൂ. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 9, അതായത് n 9 ആണ്. റെപ്പറ്റീഷൻസ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. അതായത് നമ്പർ ഓഫ് പോസിബിൾ വേസ് in that word can be arranged as 9 factorial divided by repetitions. 2 factorial into repetition, 3 factorial into 1 factorial into, അത് എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല, റെപ്പിറ്റേഷൻ ചെയ്യുന്നില്ല, 1 factorial എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല. 2 factorial into again 1 factorial. റെപ്പിറ്റേഷൻ ഇല്ലാത്ത എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് എഴുതിയാലും ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. Therefore this is equal to 9 factorial divided by 2 factorial into 3 factorial into 2 factorial, which is equal to 9 into 2 into 6 into 2. 9 factorial into 2 into 6 into 2. That is something like 1 into 2 into 3 into 4 illa 5 into 6 illa 7 into 8 into 9. കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് വിൽ ബി സംതിങ് ലൈക്ക്, അത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ഞാൻ തന്നെ ചെയ്യണമെന്നില്ല. ദാറ്റ് ഇസ് 15,120 വേർഡ്സ്. 15,120 വേർഡ്സ്. 15,120 വേർഡ്സ് ആണ് വരുന്നത്. 15,120 വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അവിടെ അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. ഡൺ, കഴിഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ അതാണ് റെപ്പറ്റീഷൻസ്. റെപ്പറ്റീഷൻ അല്ല, അവിടെ എന്നിലെ റെപ്പറ്റീഷൻ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ. ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അടുത്ത ടൈപ്പ് ആണ്, ദാറ്റ് ഇസ് സർക്കുലർ പെർമ്യൂട്ടേഷൻ. അതായത് നിങ്ങൾക്ക് n ഡിഫറെന്റ് ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അയാൾ അറേഞ്ച് ചെയ്യേണ്ടത് ഒരു സർക്കിളിന് ചുറ്റുമാണ്, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഒബ്ജക്റ്റിന് ചുറ്റും അറേഞ്ച് ചെയ്യണം. n ആൾക്കാരുണ്ട്, n ഡിഫറെന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് എന്താണ്, ഒരു റൗണ്ട് ടേബിളിന് ചുറ്റുമാണ് ചെയ്യാനുള്ളത്. സ്ട്രെയിറ്റ് ലൈനിലല്ല അറേഞ്ച് ചെയ്യാനുള്ളത്, ഒരു റൗണ്ട് ടേബിളിന് ചുറ്റുമാണ് അവരെ അറേഞ്ച് ചെയ്യാനുള്ളത്. എങ്കിൽ നമ്പർ ഓഫ് ഡിഫറെന്റ് പോസിബിലിറ്റീസ് is n-1 factorial base. അപ്പൊ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് എന്താണോ അത് n, അതേ -1 ചെയ്യുക, എന്നിട്ട് ഫാക്ടോറിയൽ എടുക്കുക.
ഫാക്ടോറിയൽ എടുക്കുക. അത്രേ ഉള്ളൂ സർക്കുലർ പെർമ്യൂട്ടേഷൻ. അത്രേ ഉള്ളൂ സർക്കുലർ പെർമ്യൂട്ടേഷൻ.